കഴിഞ്ഞ കേറ്ററ്റ് എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. CCയോടൊപ്പമാണ് ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. 2017 DLED കഴിഞ്ഞ ആളായിരുന്നു ഞാൻ. കാറ്റഗറി 1 എനിക്ക് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് CCയോടൊപ്പം ഞാൻ ജോയിൻ ചെയ്തു. കാറ്റഗറി 2 സോഷ്യൽ സയൻസ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് ക്രാക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. സോ ഐ റെക്കമെൻഡ് കോമ്പറ്റീറ്റീവ് ക്രാക്കർ. കേട്ടിട്ട് ഇപ്രാവശ്യം റിസൾട്ട് വന്നപ്പോൾ വളരെ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് ഓരോ ടീച്ചേഴ്സും മെൻറ്റേഴ്സും റിസൾട്ട് നോക്കാനായിട്ടിരുന്നത്. അപ്പോൾ കുട്ടികളുടെ സൈഡിൽ നിന്ന് റിസൾട്ട് അയച്ചു തരുമ്പോഴും അവരും വളരെ സന്തോഷമാണ്. കുറേ പ്രാവശ്യമായിട്ട് ട്രൈ ചെയ്ത് കിട്ടാത്തവരുണ്ട്. അതുപോലെ ആദ്യമായിട്ട് എഴുതുമ്പോൾ തന്നെ ഒരു സംശയത്തോടു കൂടി ഈ ഒരു പരീക്ഷ കിട്ടുമോ എന്നൊക്കെ വിചാരിച്ച് എഴുതിയവരുണ്ട്. അപ്പോൾ ഈ ഒരു റിസൾട്ട് വളരെ മിന്നുന്നൊരു വിജയം തന്നെയാണ്. കാരണം ഓരോ ടീച്ചേഴ്സും അത്രയും എഫേർട്ട് എടുത്ത് ഓരോ സ്റ്റുഡൻസിനെയും പഠിപ്പിച്ചു. ആ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ അവർ മെൻറ്റേഴ്സ് പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്തു. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്രാവശ്യവും ഇത്രയും നല്ലൊരു റിസൾട്ട് കേട്ടറ്റിന്. അത് 1 ആയിക്കോട്ടെ, 2 ആയിക്കോട്ടെ, 3 ആയിക്കോട്ടെ, 4 ആയിക്കോട്ടെ, 4 കാറ്റഗറിയിലും വളരെ മികച്ചൊരു വിജയമാണ് ഇപ്രാവശ്യം നമുക്ക് കോമ്പറ്റേറ്റീവ് ക്രാക്കറിന് നേടാൻ പറ്റിയത്. കേറ്ററ്റിൻ്റെ റിസൾട്ട് വന്നു. എല്ലാ പ്രാവശ്യത്തെയും പോലെ CCയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സന്തോഷം തന്നൊരു ദിവസമാണ് ഇന്ന്. CCയോടൊപ്പം പഠിച്ചാൽ റിസൾട്ട് ഉറപ്പാണ് എന്ന കുട്ടികളുടെ വിശ്വാസത്തിനും അതുപോലെ ടീം മെമ്പേഴ്സ് എന്ന നിലയിൽ ഞങ്ങളുടെ ആത്മവിശ്വാസത്തിനൊക്കെ ഇരട്ടി ശക്തി നൽകുന്ന ഒരു റിസൾട്ടായിരുന്നു ഇപ്രാവശ്യം നമുക്ക് വന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. ആശാമിസ് വന്നിട്ട് വേണം അതിൻ്റെ ഒരു ആഘോഷങ്ങളിലേക്കൊക്കെ പോകാനായിട്ട്. അപ്പോൾ ഈ ഒരു ആത്മവിശ്വാസത്തോടു കൂടി നമ്മൾ നമ്മുടെ കേറ്ററ്റിൻ്റെ പുതിയ ബാച്ച് ആരംഭിക്കുകയാണ് കേട്ടോ. ഈ ബാച്ചിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. കുറച്ചധികം നാളുകളായിട്ട് കേറ്ററ്റ് കിട്ടാതിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരുപാട് അറ്റംപ്റ്റ്സ് വന്നു എഴുതിയിട്ട് കിട്ടുന്നില്ല, അല്ലെങ്കിൽ എന്താ പറയുക സബ്ജക്റ്റുമായിട്ട് ടച്ച് വിട്ടു, ഇനി ആദ്യമായിട്ട് എഴുതുകയാണ്, അങ്ങനെയൊക്കെ ഒരുപാട് ടെൻഷനുള്ള ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട്. ഒരു ടെൻഷനും വേണ്ട, ഇങ്ങ് പോന്നോളാം, നമുക്ക് ഒരുമിച്ച് പഠിക്കാം. അടുത്ത കേറ്ററ്റ് നമുക്ക് ഒരുമിച്ച് നേടുകയും ചെയ്യാം.